ഗംഭീരം, അതിന് വരെ പറയാനില്ല. കൊള്ളാം കൊള്ളാം, അടിപൊളിയാണ്. വില്ലനെ ഇത്രമാത്രം എക്സ്പ്ലോർ ചെയ്തൊരു മലയാള സിനിമ ഈ ലേറ്റസ്റ്റ് വന്നിട്ടില്ല. ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് മമ്മൂക്കയുടെ യുഗമാണ്. ഗംഭീരം, അതിന് വരെ പറയാനില്ല. കൊള്ളാം കൊള്ളാം, അടിപൊളിയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല. സാധാരണ മാസ് സിനിമകളിൽ ഇല്ലാത്ത ഒരു ത്രെഡ് ഉണ്ട് ഇതിനകത്ത്. വെരി നൈസ്. നമുക്കത് സിറ്റ് ബാക്ക് ചെയ്ത് കാണാൻ ഒരു രസമുണ്ട്. അമേസിങ്. അതായത് ധ്രുവത്തിന് ശേഷമാണ് എനിക്ക് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ഒരു ഭയങ്കര വില്ലൻ വന്ന് നിൽക്കണ കാണാൻ. രാജ്ബി ഷെട്ടി ഭയങ്കര ചോയ്സ് ആയിരുന്നു കേട്ടോ. അത് നമുക്കൊരു അഡ്രിനാലിൻ ഇത് കിട്ടും കാണുമ്പോൾ. മമ്മൂക്ക തകർത്ത് ഫുൾ ഫാമിലി പക്ക മാസ് എന്റർടൈനർ. ഇമാതിരി ഒരു ആക്ഷൻ ഫിലിം മലയാളത്തിൽ ഈ ലേറ്റസ്റ്റ് വന്നിട്ടില്ല. 72കാരന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയണം. അമ്മാതിരി സ്റ്റണ്ടാണ്. ഫാമിലി ഏറ്റെടുത്ത് ഇവിടെ ഒരു രക്ഷയില്ല. വില്ലനെ ഇത്രമാത്രം എക്സ്പ്ലോർ ചെയ്തൊരു മലയാള സിനിമ ഈ ലേറ്റസ്റ്റ് വന്നിട്ടില്ല. മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സ് ഫിലിം. മമ്മൂക്ക ഫാൻസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, എൻഡിങ് വരെ. ക്ലൈമാക്സിൽ ഒരു പഞ്ച് സാധനമൊക്കെ ഇട്ടിട്ടാണ് പോയേക്കുന്നത്. മമ്മൂക്കയുടെ ആക്ഷൻ തകർത്തു. ഇത്രയും ഏജിൽ പുള്ളി ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാല് അത് സൂപ്പർ തന്നെ. മമ്മൂക്കേനെ ഞാൻ നമിച്ചു. മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്നത് മമ്മൂക്കയുടെ യുഗമാണ്. സത്യം പറഞ്ഞാൽ ഇനി കേരളം മലയാള സിനിമ ഭരിക്കാൻ പോണ മമ്മൂക്കയാണ്. ഈ സിനിമ ഉണ്ടല്ലോ, നമ്മളൊരു വിജയ് പടങ്ങൾ കാണൂലേ, അതേ ഗുമ്മ്. എന്റെ പൊന്ന് അടി മുതൽ മുടിയതാണ് ഇങ്ങനെ ഗൂസംസ്. എന്റെ പൊന്ന് കണ്ടിരുന്നു. ഞാനൊരു 3-4 തവണ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണും. അപ്പൊ ഈ പൊളി പടം ഫൈറ്റ് എനിക്കൊന്നും ഞാൻ തൊട്ട് വണ്ടി ഹീറ്റ് ചെയ്യാൻ വേണ്ടി പൊളിച്ചു. അപ്പൊ നമ്മൾ അതിൽ ഇൻവോൾവ് ആയി പോകും. മനസ്സിലായി, നമ്മളെ സിനിമ അങ്ങ് കൊണ്ടുപോവുകയും. രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിന് പറ്റിയ കാസ്റ്റിംഗ്. ഞാൻ ഇന്നേ വരെ ഒരു സൈക്കോ വില്ലന്റെ ഇപ്പൊ ഒരു പരിവേഷം ഞാൻ കണ്ടിട്ടില്ല. കറക്റ്റ് പെർഫെക്റ്റ് കാസ്റ്റിംഗ്. നിതിൻ മേനോന്റെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, പക്ക പൊളി. വൈശാഖിന്റെ ഡയറക്ഷൻ എടുത്തു പറയാൻ ഇത് നമ്മൾ ഈ മുമ്പ് കണ്ട പോക്കറ്റ് രാജയൊക്കെ ഇല്ലേ, അതിനെക്കാട്ടി വേറെ ലെവല്. ആവേശ സിനിമ കണ്ടിട്ട് നമ്മൾ ഫൈദിനോട് പറയില്ലേ, എടാ മോനെ ഈ പടം കണ്ടിട്ട് നമുക്ക് അട്ടിയുടെ മോനെ കിടുക്കാച്ചി പടം. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂക്കയുടെയും ഒരു ബ്രൂസിലി ടർബോ അതന്നെയാണ് ഈ പടം. എന്തായാലും ഷാറായിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ ആണെങ്കിലും മേക്കിംഗ് ലെവലാണെങ്കിലും പടം A to Z അടിപൊളിയാണ്. ഒരു യൂണിവേഴ്സൽ ജോണർ, ഒരു ജോണർ എന്നല്ല, യൂണിവേഴ്സൽ ജോണർ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി പടം. ഭയങ്കര ആവശ്യം കിട്ടില്ല. ഈ പ്രായത്തിൽ നമുക്കത് ചെയ്യുന്നുണ്ടല്ല. 40, 30, 50 വയസ്സൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. ആ പ്രായത്തിലേക്കാണ് നമുക്ക് ഫൈറ്റ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ വേറെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഈ മെഗാസ്റ്റർ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള നമുക്കൊരു ഡൗട്ടാണ്. എന്തായാലും കിടക്കാച്ചി സാധനം. അടിയുടെ മോനെ സെറ്റ് പറഞ്ഞാണ്ട് അടിപൊളി ആക്ഷൻ, സൂപ്പർ ആക്ഷന് നമുക്ക് തകർത്തിട്ടുണ്ട്. ഒന്നും നോക്കാല്ല, ഒന്നും പറയാനുമില്ല. സൂപ്പർ. പൊളിക്കും. ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. അതിലും നമുക്ക് തെളിയിച്ചു. നല്ല പടം, നന്നായിട്ട് നല്ല സെന്റിമെന്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്, കോമഡി ഉണ്ട്, നല്ല ആക്ഷനും. വളരെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഗംഭീര വിജയമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.